ഒരു മണിക്കൂറിന് ഞാനൊന്ന് പുറത്തു പോവാണ്, ഒരാവശ്യത്തിന് ഞാനൊന്ന് പുറത്തു പോവുകയാണ്. എങ്ങനെയാണ് ഹിന്ദി പറയാം? ഇങ്ങനെ പറയാം, एक घंटे के लिए मैं बाहर जा रहा हूँ, एक घंटे के लिए मैं बाहर चल रहा हूँ അല്ലെ जा रहा हूँ. ഓക്കെ, ഞാൻ ഒരു മണിക്കൂറിന് വേണ്ടി എന്ന് പറയുന്നത് പോലെയാണ്. അത് ഒരു മണിക്കൂർ ആവശ്യത്തിന് വേണ്ടി എന്നൊക്കെ പറയുമല്ലോ. അങ്ങനെ പറയാം, एक घंटे के लिए मैं बाहर जा रहा हूँ. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, ജി हाँ कब आएंगे आप, कब वापस आएंगे, നിങ്ങൾ എപ്പോഴാണ് വരും? मैं अभी एक घंटे के बाद ज़रूर आऊँगा, एक घंटे के बाद ज़रूर आऊँगा. ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഉടനെ വരും. ഇതൊക്കെ നമ്മൾ ഓഫീസിലേക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല വാക്കുകളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാൻ ഒരു ആവശ്യത്തിന് एक चीज़ के लिए, ഒരു സംഗതിക്ക് ചീസ് എന്ന് പറയും. एक चीज़ के लिए मैं बाहर जा रहा हूँ. അല്ലേ പറയാം, നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്, खाने के लिए मैं बाहर जा रहा हूँ. खाने के लिए मैं बाहर जा रहा हूँ. ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തു പോവാണ്. അപ്പോൾ കേലിയെ നമ്മൾ പലപ്പോഴും പറഞ്ഞതൊക്കെയാണത്, എന്നാൽ തന്നെ അതിന് ഇമ്പോർട്ടൻ്റ് ആക്കുകയാണ്. ആപ്കെ ലിയെ, मैं आपके लिए आया हूँ, मैं आपके लिए आया हूँ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവിടെ വന്നിരിക്കുന്നത് കേട്ടോ. आपके लिए मैं कह रहा हूँ, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. आपके लिए मैंने ये लेके आया हूँ, आपके लिए मैंने ये लेके आया हूँ. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ ചെറിയ വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഞാൻ ആദ്യം ആയാ ഗയാ എന്ന് പറഞ്ഞിടത്തൊരു നേ ചേർത്തില്ല, ലേക്കെ ആയാഹും അവിടെ ഞാൻ നേ ചേർത്തു. മേനെ, അത് നമ്മൾ അറിയാത്തതൊന്നും ഞാൻ പോയിന്റ് എഴുതി വെച്ച് പറയുന്നല്ല, അത് നമ്മളെ നാവിൽ പെടാപെടാനാ, ഖടാഖട പോലന, അതാ സംഭവം. അപ്പം എന്താണ്? മേനെ ആപ്കെ ലിയെ ചീസ് ലേക്കെ ആയാ ഹൂം, मैं आपके लिए आया हूँ, मैं आपके लिए आया हूँ. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് വന്നത്. കണ്ടോ, ആയാന്ന് പറഞ്ഞിടത്ത് നേ വന്നില്ല, ലേക്ക് ആയാന്നിടത്ത് നേ വന്നു. അത് മറ്റൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ എൻ്റെ പ്രധാന പോയിന്റ് ഇതാണ്, ഒരു മണിക്കൂറിന് ഞാൻ പുറത്തു പോവാണ്. ഈ ഘണ്ടെ കെ ലിയെ मैं बाहर जा रहा हूँ. ഓക്കെ, ഒരു മണിക്കൂറിന് ഞാൻ എന്താക്കുന്നു, പിന്നെ ഒരു ആവശ്യത്തിന് ഞാൻ പുറത്തു പോവാണ്. एक चीज़ के लिए बाहर जा रहा हूँ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഇത് ഹിന്ദി സംസാര ഭാഷയിൽ എങ്ങനെ നിങ്ങൾക്ക് ഇത്തരം വാക്കുകളെ പരിശീലിക്കാം എന്ന് ഹിന്ദി യൂണിയൻ അക്കാഡമി ഇതാ 10 വർഷമായി നമ്മൾ ഓരോ ബാച്ചും തുടങ്ങി 150+ ബാച്ചസ് നമ്മളിവിടെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്കും അതിലൊക്കെ ജോയിൻ ചെയ്യാം. ധന്യവാദ്, ബഹുത് ശുക്രിയ.